ആ ഫുഡിന്റെ പേരെന്താ പറയുക? എടി താറാവ് ഉണ്ടപ്പോ ഒരു ഉണ്ടായ സംഭവം ഞാൻ എഴുതി വെച്ച് വായിച്ചു. ഞാൻ ചിരിക്കാൻ കാരണം അറിയോ, ഇത്രയും സീരിയസ് ആയിട്ട് റിവ്യൂ ചെയ്യുന്നത് ഓണത്തിന്റെ പൂക്കളെ പേരൊക്കെ ആരെങ്കിലും എഴുതി വെക്കുവോ? അതൊക്കെ പറയണോ? കുട്ടികളെ മനസ്സാവും. ലാലേട്ട് അത് പറഞ്ഞ് ഷാനവാസിനോട് ചോദിച്ചപ്പോ അക്ബറിന്റെ ഫേസും അക്ബർ ആ റബ്ബേന്ന് വിളിച്ചിട്ട് ഇത്തരുന്നുണ്ടല്ലോ. ഡയറക്ടിംഗ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് കാര്യം പറഞ്ഞു. രേണു അവിടെ ഒന്നും ചെയ്യില്ല. രേണു ഒന്നും ചെയ്യില്ലായിരുന്നു. 3 സെക്കൻഡിൽ വീഡിയോ അവസാനിപ്പിച്ച് പോകാൻ എന്ത് കഥ. അവള് നമസ്കാരം, വീഡിയോയ്ക്ക് സ്വാഗതം, രേണു ഒന്നും ചെയ്യുന്നില്ല, എന്നാ ശരി കേട്ടോ ബൈ. ഇതല്ല വീഡിയോ. ഹൈഫൈ പാർട്ടികളിലൊക്കെ കാണുമല്ലോ. പിന്നെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഒരാൾ അവിടെ അങ്ങ് നിൽക്കുക, സ്റ്റോർ റൂം പോയി എടുത്തോണ്ട് പറയുന്നുണ്ടെങ്കിൽ ഓടി പോയിട്ട് ഇത് കൊണ്ടുവന്ന് അവിടെ എടുത്ത് വെക്കുക, അത് കഴിഞ്ഞ് പിന്നെ അവിടെ പോയി ഇരിക്കുക. പിന്നെ ഇതേ ഉള്ളൂ. പാവം തോന്നുന്നു. പാവം തോന്നുന്നു. അതുകൊണ്ടല്ല, രേണുവിനെ പറയുന്നുണ്ട് എനിക്ക് പോണെന്ന്. പോയിക്കോട്ടെ. രേണു അവിടെ എനിക്ക് നിക്കണം എന്ന് പറയണില്ല, ഇപ്പൊ പോണെന്നാ പറയണേ. ഞാൻ അറിയാണ്ട് എനിക്ക് രേണുവിന്റെ PR ഇട്ടില്ല. PR ഇട്ടേ ഞാൻ പോണം പറയൂ. രേണു അവിടെ നിക്കണ്ടാന്ന്. അല്ല എന്ത് ഗുരുവായൂരപ്പ, ഒരു PR ഇല്ല കേട്ടോ ഇവിടെ. എല്ലാരും നമ്മൾ എന്റെ പുറത്തേക്ക് പറയും. ഞാനാണ് എനിക്കറിയില്ല. ഞാൻ രാവിലെ ഓഫീസിൽ പോയി. ഈ ഓഫീസിൽ പോണ ഇടയ്ക്ക് വന്നിട്ട് ബക്കാര് PR കൊടുത്തോളാറില്ലേ, കിട്ടിയില്ല. അവന് പറ്റിയിട്ടില്ല. അവന് മുട്ടയും തലയിൽ വെച്ച് ദേഷ്യപ്പെടുന്ന കണ്ടിടയ്ക്ക് ചിരി വന്നു. ആര്യനോട് എന്തോ ഒരു ഇതുണ്ട് ആവശ്യമുണ്ട്. ഇനി ഇവിടെ ആര്യന്റെ PR ഏറ്റെടുത്തു. ഏതെങ്കിലും വഴി ആരെങ്കിലും മഞ്ചേരി വന്നിട്ട് ആര്യന്റെ PR കൊടുത്തിട്ടുണ്ടോ? ഇതിൽ ആ വിഷയം ആദ്യം ഞാൻ ചെയ്തിട്ടില്ല. തോളത്തട്ടി അഭിനന്ദിക്കാനല്ല. ആഹാ, അവര് ലാലേട്ടൻ ചോദിച്ചാൽ എന്നെ ഊരാണോ മോനെ, എന്നെ ഊരുകയാണോ മോളെ? അല്ലല്ലോ മോളെ, ചെരിഞ്ഞിട്ട് ചോദിക്കണോ? നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 സൺഡേ എപ്പിസോഡ്, വീക്കെൻഡ് എപ്പിസോഡ്, നമ്മുടെ ശാരിക എവിക്റ്റഡ് ആയിട്ടുള്ള എപ്പിസോഡിന്റെ റിവ്യൂ ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇതോ എപ്പിസോഡ്? എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന്. ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു എപ്പിസോഡ്. എന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് മുഖ്യം. പറയ്, എന്തുകൊണ്ടാണ് ഈ സാറ്റിസ്ഫൈഡ് ആവാതിരുന്നത്? അതായത് കുറെ കാര്യങ്ങളൊക്കെ ശരിക്കും ഇവിടെ ചോദിക്കാത്ത പോലെ തോന്നിക്ക്. ഏത് കാര്യങ്ങളൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാഞ്ഞത് കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മൾ അനുമോൾക്ക് എതിരെ ഈ അനീഷും ശൈത്യം കൂടി സംസാരിച്ചില്ലേ, ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊന്ന് വ്യക്തമായി പറയാത്ത പോലെ തോന്നിക്ക്. വ്യക്തമായി പറഞ്ഞു, മനസ്സിലായിട്ടില്ല. യെസ്, അപ്പൊ നമുക്ക് ഇന്നത്തെ കാര്യത്തേക്ക് വരാം. ഷാനവാസിനോടൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. അല്ല, നമുക്ക് ഇൻഡിവിജ്വൽ കാര്യത്തേക്ക് വരാം. ഇൻഡിവിജ്വൽ കാര്യത്തേക്ക് വരുന്ന സമയത്ത് ഇത് പറയാം. പക്ഷെ ഞാൻ പറയണം തരാം, ഇത് പ്രോമോയില് കാണിച്ചതുപോലെ, അതായത് പ്രോമോയിൽ ഇപ്പോൾ നമ്മൾ കണ്ട് ഏറ്റവും വലിയൊരു സംഭവം എനിക്ക് തോന്നിയത് എന്തായാലും എന്നത്, അപ്പോൾ ഞാൻ ഈ പ്രോമോ റിയാക്ട് ചെയ്ത സമയത്ത് ഷാനവാസിനോട് ചോദിക്കുന്ന സംഭവമുണ്ട്. ഷാനവാസിനോട് ചോദിക്കുമ്പോൾ ഷാനവാസിനോട് ലാലേട്ട എനിക്കൊരു പരാതി ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഷാനവാസ്. അതവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു പ്രോമോ വിടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കിയിട്ടു, നിങ്ങൾ തന്നെ ആയിരിക്കും മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ, ഷാനവാസ് എന്തോ ഒരു ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഈ ഒരു രീതിയിലാണ് ഇന്ന് ഡിസ്കഷൻ പോയത്. ഞാൻ കുട്ടികള് ക്വസ്റ്റ്യൻ ചോദിച്ചാലൊക്കെ പറയുന്ന പോലെ മാറ്റി പറയില്ലേ, അതെ എനിക്കൊരു കംപ്ലൈന്റ് ഉണ്ട്, അതുപോലെ പറയാൻ വന്നത് ലാലേട്ടൻ തിരിച്ചിതാക്കണതായിരുന്നു പ്രൊമോ. എന്നിട്ട് ചീത്ത പറയുന്ന നമ്മൾ വിചാരിച്ചത്. പക്ഷെ അത് പറയാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ആ ഒരു സീൻ ഉണ്ടായില്ല അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാല് പ്രൊമോയില് കണ്ട പോലെ ആയിരിക്കില്ല, പക്ഷെ എന്നാലും പ്രൊമോയില് കണ്ട പോലെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു എന്താ പറയാ, കുഴപ്പമില്ല, എന്തായാലും കഴിഞ്ഞു പോട്ടെ അല്ലേ ഇത്. ഓക്കെ, എന്തായാലും ഇന്ന് ഓരോരോ അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെക്കുന്നതിന് മുന്നേ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ എനിക്കൊന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന, എനിക്കൊന്ന് വിഷമായ കാര്യം, സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള കാര്യം, നമുക്ക് എടുത്തു പറയേണ്ട കാര്യം, തുടക്കത്തിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് അനുമോൾക്കെതിരെ കൂടോത്രം എന്ന് പറഞ്ഞിട്ടുള്ളത്. ബ്ലാക്ക് മാജിക് വിധോ, ഈ വീഡിയോ ഫസ്റ്റ് ഞാനാണ് ചെയ്തത്. ഈ ഇപ്രാവശ്യം ബിഗ് ബോസിന്റെ സീസൺ അതിന്റെ താഴെ അങ്ങനെയൊന്നും അല്ല പറഞ്ഞിട്ട് കുട്ടികളെ ചീത്ത പറയണ കമന്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ, ശരിക്കും അവര് സംസാരിച്ചിട്ടുണ്ട്. ഞാനാണ് ഈ ഫസ്റ്റ് ആ വിഷയം ചെയ്തത്. ഇതിൽ ആ വിഷയം ആദ്യം ഞാൻ ചെയ്തിട്ടില്ല, തോളത്തട്ടി അഭിനന്ദിക്കാനല്ല. ആഹാ, അവര് ലാലേട്ടൻ ചോദിച്ചാൽ എന്നെ ഊരാണോ മോനെ, എന്നെ ഊരുകയാണോ മോളെ? അല്ലല്ലോ മോളെ, ചെരിഞ്ഞിട്ട് ചോദിക്കണോ? ലാലേട്ടന് ചെരിവ് കേട്ടാ. ഇന്ന് മറ്റോ ലാലേട്ടനായിട്ട് കളിക്കുന്നുണ്ട് 2 ദിവസം മുന്നേ. ആര്യ പോട്ടെ, വിഷയത്തിൽ നിന്ന് വഴുതി മറന്നു പ്യാരി. പിന്നെ അപ്പൊ എന്താ സംഭവിച്ചാല്, ഞാനാണ് ആ ഒരു വിഷയം പറഞ്ഞിട്ടുള്ളത്. എന്റെ ക്ലിപ്പാണ് ഒരുവിധം എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം വെച്ചാൽ ലൈവ് കണ്ട സമയത്ത് അക്ബറൊക്കെ ആദ്യം സംസാരിച്ചിരുന്നു, ആ അനുമോൾ ഇങ്ങനെ ആക്കണം, അതൊക്കെ എല്ലാവരും ആക്കണ ഒരു സംഭവമാണ്. ഇതാണ് ഞാൻ പറയട്ടെ. ഞാൻ കുറെ ചിരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആക്കും, നീ കരയേണ്ടി വരരുതേ പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കും. ഇതെല്ലാരും വെക്കണോ? ഇതാണ് ഈ പറയാൻ വന്നത്. ഞാൻ ഈ എപ്പിസോഡിൽ വല്ല സാധനം പറയാൻ പോകുന്നത് എന്റെ ജീവിതകഥ പറയാനാ വന്നിരിക്കുക. അല്ല, ഞാൻ അങ്ങനെ ആക്കാറുണ്ട്.
ഇപ്പൊ കുറച്ച് കുറഞ്ഞതാ. പണ്ടൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒക്കെ ആയിരുന്നു. ചിരിച്ചാതാവും വിചാരിച്ചിട്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ ബിഗ് ബോസിൽ എന്തോ ഒരു സാധനം പറയാൻ വന്നതാണെന്ന് ഞാൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞു വെച്ചപ്പോൾ ഇനി ഭയങ്കര ചേഞ്ച് ഒക്കെ വരുത്തി കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അറിയില്ലല്ലോ. പോട്ടെ. അപ്പൊ എന്തായാലും അക്ബർ, ആദില, നൂറ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ അനുമോളുടെ ഈ ഒരു വിഷയം സംഗതി ഒന്നുമില്ല, ആ ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ആക്കി തന്നെ ഉള്ളൂ. പിന്നെ ദൈവവിശ്വാസി ഈശ്വരവിശ്വാസിയാണ്. സംഭവം എന്ന് വെച്ചാൽ കാല് തൊട്ടു, അതാണിപ്പോൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. പക്ഷെ അവിടെ അനുമോൾക്ക് മനസ്സിലായിട്ടുണ്ട് ഏത് അപ്പാനി ശരത്ത് എന്തോ പറഞ്ഞു എന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ പാവ അതിന് മനസ്സിലായിട്ടില്ല. അതിന്റെ കൂടെ നടക്കുന്ന ശൈത്യന്റെ ഒരു ക്ലിപ്പ് കാണിച്ചു തരാം. എല്ലാവരും ഇത് ഇവിടെ കാണിക്കണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ ചിലപ്പോ ആവശ്യമില്ല, പക്ഷെ എനിക്കത് കാണിക്കണം. ഞാനത് കാണിച്ച് അടങ്ങൂ. ചില കാര്യങ്ങൾ ഞാൻ നമുക്കറിയില്ല, ജീവിതത്തിൽ ചില കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരിക്കലും കടുകുമണിക്ക് പിന്മാറാറില്ല. നമുക്കറിയില്ലേ, നമുക്ക് വലിയൊരു വില ഇല്ല. എന്നിട്ട് ഇത് ചോക്ലേറ്റ് ഞാൻ കാണാണ്ട് കഴിച്ചോന്ന് സംശയമുണ്ട്. ഒരു ചെറിയ ക്ലിപ്പ് പ്ലേ ചെയ്യാട്ടോ. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമുക്കൊരു വേദി കിട്ടുമ്പോ അതിൻ്റെതായ ഒരു റെസ്പെക്ട് വേണം. അതാണ് എന്നെ പഠിപ്പിച്ചത്. പ്ലീസ്, നമ്മൾ ആർട്ടിസ്റ്റ്, നമ്മൾക്ക് എല്ലാവരോടും പറയാനുള്ള ഒരേ കാര്യമുള്ളൂ, ചാൻസ്, ടൈം, മോമെന്റ്, എന്താ പറയാ, ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇതല്ല. ഈ വീഡിയോ എന്താണെന്നറിയോ? സൂപ്പർ അമ്മയും മകളും, അങ്ങനത്തെ അമ്മയും മകളും എന്ന് പറഞ്ഞിട്ട് പണ്ട് അമൃത TV ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ പ്രോഗ്രാമിൽ ശൈത്യയും അമ്മയും പങ്കെടുത്തു. ഇവർ രണ്ടാളും പങ്കെടുത്തിട്ട് ഇവർക്ക് ഫസ്റ്റ് കിട്ടിയില്ല, ഇവർക്ക് സെക്കൻഡ് കിട്ടിയല്ലേ, എന്തോ ഫസ്റ്റ് ഇവർക്ക് കിട്ടിയില്ല. എന്നിട്ട് ശ്വേതാ മേനോൻ ഇവർക്ക് സമ്മാനം കൊടുത്ത സമയത്ത് ഇവര് വേണ്ട എന്ന് പറഞ്ഞിട്ട് തിരസ്കരിച്ചിട്ട്, ആ സമ്മാനം തിരസ്കരിച്ചിട്ട് ആ ഒരു വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിനവർക്ക് ഒരുപാട് സൈബർ ബുള്ളിങ് ഒക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, ഇതെന്തുകൊണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ കാരണം വെച്ചാൽ അതിലേക്ക് കടക്കാം. അതിന് മുന്നേ അന്ന് വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് ഉണ്ട്. ഇതോ അന്ന് ഈ ഒരു വീഡിയോന് മുന്നേ, ഒരു വർഷം മുന്നേ വീഡിയോന് മുന്നേ വന്നിട്ടുള്ളതാണ് കമന്റ്സ് ആണ്. ശ്വേത ചേച്ചി ഇത്ര താഴ്മയോടെ പ്രൈസ് കൊടുക്കുമ്പോൾ അവർക്കത് വാങ്ങാമായിരുന്നു. അഹങ്കാരം പിടിച്ച അമ്മയും മോളും അർഹിക്കുന്നില്ല. ഇങ്ങനെ കാണിക്കുന്നവർ ഒരിക്കലും കലാകാരികൾ ആകുകയില്ല. ഒന്ന്, ഈ ശൈത്യ ബിഗ് ബോസിൽ കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ ഒരു സീനാണ്. യെസ് മാം, ശ്വേത മാം പറഞ്ഞത് വളരെ കറക്റ്റാണ്. അഹങ്കാരി അമ്മ മകളും ഒരു സ്റ്റേജും ഇവരെ ഇനി കയറ്റരുത്, ഇവർക്ക് ഇനി ഒരു വേദിയിലും കയറേണ്ടി വരില്ല ശ്വേതാജി എന്നും പറഞ്ഞിട്ടുള്ള കുറച്ച് കമൻസ് ആണ് അന്ന് വന്നിട്ടുള്ളത്. ഇത് ഇന്ന് ഇവിടെ പറയാൻ കാരണം എന്താ അറിയോ? ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഗെയിമാണ്, ഗെയിം ഷോ ആണ്. ഒരു കാരണവശാലും അവിടെ എന്താ പറയുക, ഗ്രൂപ്പ് കളിച്ചിട്ടോ ഒരാളെ താങ്ങിയിട്ടോ നിൽക്കേണ്ട കാര്യമില്ല. പക്ഷേ എനിക്ക് ജീവിതത്തിൽ ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടറാണ്. എനിക്കൊന്നുമില്ല, ഒരാൾക്കും അത് ഇഷ്ടമുണ്ടായിരിക്കുന്നുള്ളത്. മുന്നിൽ ചിരിച്ചു കാണിക്കുക, തിരിഞ്ഞു നിന്ന കുത്തുക, അതും ചില്ലറ കുത്തൊന്നല്ല. കാരണം വെച്ചാൽ അപ്പാനിയുടെ കൂടെ ഇരുന്നിട്ട് ശൈത്യ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ലൈവ് കണ്ടവർക്കറിയാം, അനുമോളെ പറ്റി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ശരത്ത് അവിടെ വന്ന് പറഞ്ഞു, ശരത്ത് അനുമോൾക്ക് കൂടോത്രമുണ്ട്, ശരത്താണ് ആ ഒരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട സമയത്ത് ശൈത്യ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്കും അത് ഫീൽ ചെയ്തു. മാത്രമല്ല, ഇവള് നോമിനേഷനിൽ വരുന്നത് വരെ അനുമോളോട് ഭയങ്കര ക്ലോസ് ആയിട്ട് നിന്ന് നമുക്കൊന്നും തോന്നിയിരുന്നില്ല. ഇത് എൻ്റെ ഒരു തോന്നലാട്ടോ, ഇത് തോന്നിയിരുന്നില്ല. ആ ഒരു നോമിനേഷനിൽ വന്ന് എവിക്റ്റഡ് ആവാതെ അവിടുന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ഇവള് നേരെ അനുമോൾക്കെതിരെ കളിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തോ ആയി അനുമോളുടെ കൂടെ കൂടിയത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ള ഒരു തോന്നലും ആ ഒരു സംഗതിയും തന്നതുകൊണ്ടാണ് ആ ഒരു ക്യാരക്ടർ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. ഇത് ഒട്ടും ഇഷ്ടമല്ല. കാരണം എന്താ വെച്ചാല് ഇവൾക്ക് എനിക്ക് ആ ശരത്തിനേക്കാൾ ദേഷ്യമായത് ചൈത്യനോടാ. ശരത്ത് അനുവിന്റെ ഫ്രണ്ടോന്നല്ല. ഈ ശരത്ത് ഇങ്ങനെ പറയുമ്പോ നല്ലൊരു ഫ്രണ്ടാണ്, അല്ലെങ്കിൽ കുറച്ചൊരു എന്താ പറയാ മാനസിക പരിഗണന ഉണ്ടെങ്കിൽ പറയുമായിരുന്നു, ആ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല, അങ്ങനെയൊന്നുമില്ല, അത് കനീഷേട്ടന് തോന്നുക പറഞ്ഞ് ഒഴിവാക്കായിരുന്നു. ഇത് ചെയ്യാണ്ട് എനിക്കും തോന്നി, എനിക്കൊരു നെഗറ്റീവ് ഇത് വന്നു എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് അവർ ഇന്ന് ലാലേട്ടന്റെ മുമ്പിൽ അവള് കടന്നിങ്ങനെ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുമ്പോ എനിക്ക് അവിടെ നിൽക്കാൻ ഒരു യോഗ്യതയുള്ളതായിരുന്നു. എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് എന്തോ എനിക്ക് പ്രാവശ്യം ഇങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല. എനിക്ക് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പാവം തോന്നുന്നു അനുമോളെ കണ്ടിട്ട്. കാരണം ഒരു കുട്ടി അനുമോളെ നമ്മൾ തെറ്റ് ചെയ്താൽ തെറ്റ് പറയാറുണ്ട്, പക്ഷെ ഇത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പറയാം, എനിക്ക് അനുമോള് ഒരു എന്താ പറയാ ഒന്നും അറിയാണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ പോലെ തോന്നുക. അപ്പൊ നമുക്ക് പാവം തോന്നില്ലേ ശരിക്കും? അത് അങ്ങനെ. പക്ഷെ ലാലേട്ടൻ അവതരിപ്പിച്ച അടിപൊളിയായിരുന്നു കേട്ടോ. കാലിൽ തൊട്ട് തൊഴുതു എനർജിന്റെ കാര്യം പറഞ്ഞത് നന്നായി. ഇവരെ മനസ്സിൽ ഇവർക്ക്
ഒന്ന് കിട്ടണം. അനീഷ് പേടിച്ചിട്ടുണ്ട്. അതെ. എന്നിട്ട് ബാത്റൂമിൽ നിന്ന് അപ്പോഴും ഇവിടെ ന്യായീകരിക്കുക. ആ ബാത്റൂമിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാമത് അപ്പാനും രണ്ടാളും കൂടി ന്യായീകരിക്കുക. നമ്മളവിടെ വിട്ടു കളഞ്ഞു ഇനി പുറത്തേക്ക് ഇനി അതിനെപ്പറ്റി സംസാരിക്കേണ്ട. പക്ഷെ ബിഗ് ബോസ് അത് കാണിച്ചു, വളരെ കൃത്യമായി കാണിച്ചു. ഇനി അതിനെപ്പറ്റി സംസാരിക്കേണ്ട, വിട് എന്ന്. അപ്പോഴും ഇവള് പറയും ഞാൻ അങ്ങനെയല്ല ഇട്ടാ പറഞ്ഞ, എനിക്ക് അതിന് ശേഷം ചെറിയൊരു തളർച്ച വന്നു എന്നേ പറഞ്ഞിട്ട്. ഞാൻ അതന്നെ പറഞ്ഞിട്ടില്ല. അപ്പൊ വിഷം ഐഡന്റിഫൈഡ്, വിഷം വൺ ഓഫ് ദി കൊടും വിഷങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ ഇന്നെന്ന് ആലോചിച്ചാൽ മതി. പിന്നെ ഒരു ഗെയിം ഷോ ആണ്, അവിടെ ആരും ഫ്രണ്ട്സായിട്ട് നിൽക്കണം എന്നല്ല. പക്ഷെ ഇത് അത്ര ഇതൊരു സുഖമുള്ള ഏർപ്പാടല്ല കേട്ടോ. അവിടുത്തെ ഫേക്ക് അല്ലാതെയുള്ള അവർ കളിക്കണമെന്നുള്ള അവർ പറയുന്നത് അല്ലേ, അവർ റിയൽ ആയിട്ട് കാണിക്കാന്നല്ലേ. അപ്പൊ റിയൽ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള വ്യക്തിനെ നമുക്ക് താല്പര്യമില്ല. ഒന്നത്. പിന്നെ രണ്ടാമത്തത് ഇവന്റെ ക്യാപ്റ്റൻസിനെ കുറിച്ച് ചോദിച്ച സമയത്താണ് ശൈത്യന്റെ സ്റ്റോറി, ശൈത്യന്റെ സ്റ്റോറി, ഇവന്റെ ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് അല്ലേ, ഇമോഷണൽ ഔട്ട്ബേസ്റ്റ്, അവന്റെ സിറ്റുവേഷൻ. ബിന്നി പറഞ്ഞത് അടിപൊളിയായി. ഇങ്ങനത്തെ ഇതുപോലത്തെ ബിന്നി നല്ല വർത്താനം പറയുന്നുണ്ട്. അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. എനിക്ക് ഒന്നാമത് ബിന്നിയുടെ ലൈഫ് സ്റ്റോറി നമ്മളത് പറഞ്ഞില്ലേ ഇത്. എനിക്ക് ഇപ്പൊ ഇതുവരെ കേട്ട ലൈഫ് സ്റ്റോറിയിൽ എനിക്ക് ടച്ച് ചെയ്തത് ബിന്നിയുടെ ശരിക്കും അറിയില്ല. ബിന്നിയുടെ സത്യത്തില് ഇത്രയും ദിവസമൊന്നും നമ്മൾ അങ്ങനെ അങ്ങോട്ട് കണക്കാക്കിയിട്ടില്ല. അവിടെ ഇവിടെയും പറഞ്ഞു നിൽക്കുക, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുക കേൾക്കുക, അത്രയും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അല്ല, ബിന്നി ഭയങ്കര ഒരു എന്താ പറയാ മെച്യൂരിറ്റി. ആ ലൈഫ് സ്റ്റോറി കൂടി കേട്ടപ്പോഴേ കുട്ടിയോട് റെസ്പെക്ട് ഒക്കെ തോന്നി. ഈ കുട്ടിയാവുന്ന സമയത്ത് അച്ഛനും അമ്മയും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ വേറെ ആളുടെ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അവഗണന എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. കുട്ടികളും അത് ഇപ്പൊ ഞാൻ പെൺകുട്ടി വലിയൊരു കുട്ടിയൊക്കെ ആയി, പക്ഷെ എന്നാലും എന്താ പറയാ കുട്ടികളാവുന്ന സമയത്ത് കിട്ടുന്നൊരു അവഗണന ഉണ്ടല്ലോ മറ്റുള്ള ആളുടെ ഇടയിൽ. പ്രത്യേകിച്ച് ഇപ്പോൾ അവർ വീട്ടിൽ ആ കുട്ടിക്ക് ഇതിപ്പോൾ ഇന്ന് പറയേണ്ട കാര്യമല്ല, പക്ഷെ നമ്മൾ പറയാൻ വിട്ടുകൊണ്ട് പറയാണ്. കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളത് ഭയങ്കര ഒരു വിഷമായി പോയി. കൂടുതൽ പറയുന്നില്ല, കഴിഞ്ഞു പോയ സിറ്റുവേഷൻ. സംസാരിച്ചത് അടിപൊളിയായിരുന്നു. പിന്നെ പറഞ്ഞത് വെച്ചാൽ അവൻ അങ്ങനെ ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവനെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കണമെന്ന്. അടിപൊളിയാണ്, അത് സൂപ്പറാണ്, അത് കറക്റ്റ്. പിന്നെ കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് പറയുന്നുണ്ട് അല്ലേ. പിന്നെ ഒനിയിൽ സംസാരിച്ചു. ഇപ്പൊ ഇന്ന് എന്താ സംഭവിച്ചാൽ ചിരിച്ചു എന്നുള്ളത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തപ്പോൾ അവിടെ ഏറ്റവും വലിയ എന്താ പറയാ ഇളിഞ്ഞു പോയത് ഗിസേലാണ് അല്ലേ വിധോ. ഇനിയിപ്പോ അത് ചോദിക്കണല്ലോ ഗുരുവായൂരപ്പ. ഇനിയിപ്പോ അതൊക്കെ ഞാൻ നോക്കി ഫുഡിന്റെ കാര്യമൊക്കെ സംസാരിച്ചു. അല്ല കഴിഞ്ഞില്ല, വരുന്നുള്ളൂ. പിന്നെ കിച്ചണിലെ ഫുഡ് ഞാൻ എഴുതിച്ചില്ലേ, ഞാൻ താറാവ് ഉണ്ടപ്പൂ ഒക്കെ എഴുതിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ പോട്ടെ. അല്ല ആ ഫുഡിന്റെ കാര്യം എന്താ പറയുക, എടി താറാവ് ഉണ്ടപ്പൂ ഒരു ഉണ്ടായ സംഭവം ഞാൻ എഴുതി വെച്ച് വായിച്ചു. ഞാൻ ചിരിക്കാൻ കാരണം അറിയോ, ഇത്രയും സീരിയസ് ആയിട്ട് റിവ്യൂ ചെയ്യുന്നത് ഓണത്തിന്റെ പൂക്കളെ പേരൊക്കെ ആരെങ്കിലും എഴുതി വെക്കുവോ, അതൊക്കെ പറയണോ? കുട്ടികളെ മനസ്സാകും, കുഞ്ഞു കുട്ടികളെ മനസ്സാകും. നമ്മൾ നിഷ്കളങ്കമായിട്ടുള്ള പല കാര്യങ്ങൾ കണ്ടാലും ഞാൻ അതൊക്കെ റിയൽ ലൈഫിൽ ഞങ്ങൾക്ക് തന്നെ ഞാൻ അത്രയും നിഷ്കളങ്കമായിട്ട് പറയാൻ ശ്രമിക്കാത്തത്. വളരെ നിഷ്കളങ്കമായിട്ടുള്ള കാര്യങ്ങൾ റിയൽ ലൈഫിൽ ഞങ്ങൾ എങ്ങനെയാണ് നിഷ്കളങ്കമായിട്ട് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഇവിടെ ഇങ്ങനത്തെ കാര്യമൊക്കെ പറയും. ശരിക്കും ഞങ്ങൾ രണ്ടാളും കൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തോന്നിപ്പോലെ ഞാനാണ് ഭയങ്കര ഡോമിനേറ്റിംഗ് നിന്ന് ഭയങ്കര സംഭവം തോന്നില്ല. പക്ഷെ സത്യത്തിലല്ല, എനിക്ക് കുട്ടികളെ മനസ്സാണ്, കുഞ്ഞു കുട്ടികളുടെ മതി പോട്ടെ. പിന്നെ ഒനീലിന്റെ ജയില് അതിനെ കുറിച്ച് ചോദിച്ചു. എന്തായാലും അതങ്ങനെ ഉണ്ടായി. പിന്നെ ഷാനവാസ് അക്ബർ ഇഷ്യൂ, നോട്ടം ശരിയല്ല എന്നുള്ള ഇഷ്യൂ. സത്യം പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഷാനവാസ് അവിടെ സമ്മതിച്ചിട്ടില്ലല്ലോ. എനിക്ക് ഉണ്ടല്ലോ ഷാനവാസ് അത് ഇങ്ങനെ പറഞ്ഞപ്പോ ലാലേട്ട് അത് പറഞ്ഞ് ഷാനവാസിനോട് ചോദിച്ചപ്പോ അക്ബറിന്റെ ഫേസും അക്ബർ ആ റബ്ബേന്ന് വിളിച്ചിട്ട് ഇരുത്തുന്നുണ്ടല്ലോ, ഭയങ്കര വിഷമമായിട്ടോ. നമ്മള് ശരിക്കും ഒന്നും മനസ്സിലാവേണ്ട ആരെ പറ്റി ഇങ്ങനത്തെ ഒന്നും പറയാൻ പാടില്ല. കാരണം ഷാനവാസ് ആയാലും അക്ബറാണ്. ഞാൻ അക്ബറിനെ പറ്റിയിട്ട് നല്ലതൊന്നും ഇപ്രാവശ്യം ഒന്നും പറഞ്ഞിട്ടില്ല തോന്നുന്നു. പക്ഷെ എനിക്ക് അത് ആ റബ്ബേന്ന് വിളിച്ചുള്ള ഇരുത്തുണ്ടല്ലോ, വളരെ മോശം കാര്യമാണ്. കാരണം വെച്ചാൽ ഞാൻ ഈ ഷാനവാസ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് ശേഷം മറ്റേ അക്ബറിന്റെ വൈഫ് വന്നിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഞാനത് റിയാക്ട് ചെയ്തിരുന്നു. അതിന്റെ മുഖത്ത് വല്ലാതെ ഉണ്ട്. എത്രത്തോളം മോശമാണ്. 3 പ്രാവശ്യം ഒരാളെ കുറിച്ച് കേൾക്കുന്നത്. എന്ത് ബിഗ് ബോസ് ആയാലും അവനാന്റെ ഭർത്താവ് വേറൊരു പെണ്ണിനെ ഇങ്ങനെയാണ് നോക്കണെന്ന് കേട്ടാലുള്ള ഒരു അവസ്ഥ എന്താ? ഒരു പെണ്ണിനെ നോക്കാൻ ഒരു ബന്ധം മാത്രമല്ലേ ഇത്, നോട്ടം ശരിയല്ല, മറ്റേ നോട്ടാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുഖമുള്ള കാര്യമല്ല. ഇങ്ങനത്തെ
ഗെയിം ഉണ്ടല്ലോ, ഇത് ഗെയിം ആണെങ്കിൽ ഇങ്ങനത്തെ ഗെയിം മനുഷ്യന്റെ ജീവിതം വെച്ചുള്ള ഗെയിം. ജീവിതം വെച്ച് കളിക്കും. അല്ല, ഷാനവാസ് ജീവിതം വെച്ച് കളിക്കരുത് എന്ന് പറയണ്ടെങ്കിലും ഓ രണ്ട് സ്റ്റൈലിലും അവിടെ ജീവിതം വെച്ചിട്ട് കളിച്ചിരിക്കണം. ഓൻ ജാർജ് ബിൻസിന്റെ കേസിലും ഓൻ സാധനം ഇട്ട് കൊടുത്തു അല്ലേ, ജീവിതം വെച്ച് കളിച്ചു. അതേ സാധനം തന്നെ ഇവിടെയും കളിച്ചു. പക്ഷെ അതിന് വേറൊരു വ്യത്യാസമുണ്ട്. ബിൻസിന്റെയും അപ്പായുടെയും കേസിൽ ഷാനവാസ് പറയേണ്ടി വന്നിട്ടില്ല. ബിൻസി ഇപ്പൊ ഈ എല്ലാ ഇന്റർവ്യൂവിലും പോയി പറഞ്ഞു നടക്കണ പോലെയല്ല. ഷാനവാസും അനുമോളും പറയേണ്ടി വന്നിട്ടില്ല. അതിന് മുമ്പേ ശരിക്കും അതിന് മുമ്പേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ആൾക്കാർക്ക് ഇത് മനസ്സിലായി. നമ്മൾ വിചാരിച്ചത് അതിന്റെ ഉള്ളിൽ ആർക്കും മനസ്സിലായിട്ടില്ല. പക്ഷെ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് അതിന്റെ ഉള്ളിൽ സംസാരിച്ചത്. ആ വിഷയവും വിത്ത് വീഡിയോ കുത്തിപ്പൊക്കിയ ഞാനാണ്. കാരണം ഞാൻ ആ ലൈവിൽ ആ വിഷയം കണ്ടത് രാത്രി. വെറുതെ ചെയ്യാത്തതൊക്കെ എല്ലാരും കൂടി കുട്ടനെ നേരെ വരും കേട്ടോ. കുട്ടനാണോ സോഷ്യൽ മീഡിയയിൽ ഇത് ഇങ്ങനെ ആക്കിയത്? അല്ല വിധോ, ഞാനല്ല സോഷ്യൽ മീഡിയയിൽ ആക്കിയത്. രാത്രി അയ്യോ, ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞുണ്ടാക്കിയതാക്കിയപ്പോ എന്താ പറയണിട്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നിയത്. ഇങ്ങനെ തോന്നിച്ചപ്പോ നാട്ടുകാരെ കാര്യം പറയേണ്ടത്. അതായത് ഷാനവാസ് ലൈവിൽ ഈ ഒരു വിഷയം പറഞ്ഞപ്പോ അത് ഞാൻ കണ്ട സമയത്ത് തന്നെ അപ്പൊ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ ചെയ്തെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഞാനാണ് കുത്തിപ്പോക്കിയതല്ലോ. എനിക്ക് അതിന്റെ ഇറക്കിട്ടോ, ഇവരിതൊക്കെ കട്ട് ചെയ്തിട്ട് എന്റെ ഇറക്കിട്ടോ. ഇനിയിപ്പോ എന്തായാലും അത് സാരില്ല, ഉള്ള കാര്യമൊന്നുമല്ല. അവര് ഉള്ളു പറഞ്ഞ കാര്യമില്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് പോട്ടെ. അപ്പൊ അത് സംഭവം വെച്ചാൽ എന്തായാലും അതവിടെ പറഞ്ഞു. സത്യം അടുത്തൊരാഴ്ചത്തേക്ക് ഷാനവാസ് അക്ബർ അടിക്ക് അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാരണമാവും എന്ന് വിചാരിക്കുക അല്ലേ. പിന്നെ എന്തൊക്കെയാ മറ്റേ ഹോട്ട് സീറ്റിനെ പറ്റി ചോദിച്ചത് ശാരികനോട്. എനിക്ക് എന്റെ ഒരു അഭിപ്രായം പറയട്ടെ, ശാരിക ഔട്ടാവേണ്ടതല്ല. അവിടേക്ക് എത്തിക്കപ്പോ ശാരിക എന്ന് പറഞ്ഞതാണ്. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താ? ശാരിക അല്ല ശരിക്കും ഔട്ടാവേണ്ടത്. രേണു പിന്നെ വന്നില്ല. രേണു ഔട്ടാവണമായിരുന്നു, ശൈത്യ ഔട്ടാവണമായിരുന്നു. അല്ലെങ്കിൽ രേണു ശൈത്യ അല്ലെങ്കിൽ എന്റെ അഭിപ്രായം ചോദിക്കില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. കുട്ടിയുടെ അഭിപ്രായത്തിൽ എന്റെ അഭിപ്രായത്തിൽ ശാരിക ഔട്ടാവണമെന്നില്ല. അപ്പൊ അത്രേ പറഞ്ഞു. എന്ത് നന്നായിട്ട് അവര് സംസാരിക്കണൊക്കെ. ശാരികന്റെ എവിക്ഷൻ ശരിയായില്ല കേട്ടോ. ശാരികക്ക് മുന്നേ പോകേണ്ട ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ശൈത്യ, രേണു, ശൈത്യ, പിന്നെ ഒനീല്, റന, ഇവര് 4 പോയതിനു ശേഷം ശാരിക പോയാൽ മതി. കാരണം ശാരിക എനിക്കെന്താ വെച്ചാൽ എന്തുകൊണ്ടോ സംസാരത്തിൽ എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറയുന്നില്ല. അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇഷ്ടമാണ് അറിയില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് അവര് ഹോട്ട് സീറ്റിൽ ഇരിക്കുമ്പോൾ ചോദ്യങ്ങൾ നമുക്ക് ചിലത് ഇഷ്ടപ്പെടില്ല. അല്ലാതെ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്ന ശാരികനെ ആർക്കും ഇഷ്ടമല്ലല്ലോ. പക്ഷെ അല്ലാത്തൊരു ക്യാരക്ടർ അവിടെ നിന്ന് കാണുമ്പോൾ അത്ര വലിയ പ്രശ്നമുള്ള അവര് വളരെ വിവാദപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ അടുത്ത് ചെയ്തു. കാരണം ഡിവോഴ്സ് കേസ് റിലേറ്റഡ് ആയിട്ട് രണ്ടാളും കൂടി സംസാരിച്ച സമയത്ത് അവരൊരു കാര്യം പറഞ്ഞു. മദ്യപിച്ചിട്ട് അക്ബർ ചോദിച്ചൊരു ചോദ്യം, അനീഷിന്റെ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് എന്തോ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്ത സമയത്ത് ചോദിച്ചു. സംഭവം എന്ന് വെച്ചാൽ ലൈവ് കാണാത്തവർക്ക്, ഈ വിഷയം അറിയാത്തവർക്ക് പറയാം. ശാരിക പറഞ്ഞു പിന്നെ ഈ വിവാഹ ബന്ധം വേർപ്പെടുത്തി കഴിയുന്നതിൽ 2 പേർക്കും ഈക്വൽ തുല്യ റെസ്പോൺസിബിലിറ്റി അങ്ങനെ എന്തോ ഉണ്ടെന്നുള്ളത് പറഞ്ഞ സമയത്ത് അതിന് കൗണ്ടറായിട്ട് അക്ബർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, അങ്ങനെയാണെങ്കിൽ ഒരു ഭർത്താവ് നിരന്തരം മദ്യപിച്ച് വന്നിട്ട് ഭാര്യനെ തല്ലുന്നു, ആ കാരണം കൊണ്ട് ആ ഭാര്യയ്ക്ക് ആ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ ആ സ്ത്രീ വിവാഹമോചനം നേടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആരുടെ തെറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു എക്സാമ്പിൾ എടുത്തിട്ട് അവിടെ ശാരിക എടുത്ത് വെച്ചിരുന്നു. അതവിടെ അല്ലാത്ത സമയത്ത് അയാൾ സ്നേഹിക്കണില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വിരകി അതിനെ അന്വേഷിച്ച് സപ്പോർട്ട് ചെയ്തു. ഇത് വളരെ വലിയൊരു ഇഷ്യൂ ആണ്, ചില്ലറ കാര്യമില്ല. അത് ഭയങ്കര ഒരു ചിന്താഗതിയുടെ വലിയൊരു ബിഗ് ബോസിന് ആസ് എ ഗെയിം ഷോ അതിലേക്ക് കൂടുതലായിട്ട് ഇങ്ങനത്തെ ചില സംസാരങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടേ ഞാൻ അങ്ങനെ പറയല്ല. ഒരു നായനെ കൊണ്ട് ഇറക്കിണ്ടല്ലോ അവിടെ, അതിന് പകരമായിട്ട് രേണുവിനെ എടുക്കുക. ഞാൻ നായയായിട്ട് ഉപമിക്കല്ല കേട്ടോ, അതല്ല വിധോ. നായ എന്തിന് ഷൂ പറഞ്ഞു പോണ്, നായയായിട്ട് ഉപമിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ നായക്ക് വരെ റോബോട്ടാണെങ്കിലോ, ഫൊഗറ്റ് നായ റോബോട്ടാണെന്ന് വിചാരിക്കുക. ഒരു മനുഷ്യന്റെ രൂപമുള്ള റോബോട്ടിനെയാണ് നായക്ക് പകരം ഇറക്കിയതെങ്കിൽ ഇവളെന്നെ ആദ്യം എനിക്കെതിരെ തിരിഞ്ഞു. അങ്ങനെ പറയാൻ പാടില്ല. ബിഗ് ബോസിക്ക് വിടാൻ പറ്റില്ല കേട്ടോ. പകുതി കേട്ടിട്ട് നമ്മൾ തമ്മിലല്ല, ഈ പോയാൽ തന്നെ ഇത് പ്രശ്നം മുഴുവൻ കേൾക്കണത് ഷൂഷി എന്ന് വിളിക്കും. നമുക്ക് പറ്റിയതാണ്, ബിഗ് ബോസിക്ക് പറ്റിയ സാധനമാണ്. രേണു ഒന്നും ചെയ്യില്ലായിരുന്നു. 3 സെക്കൻഡിൽ വീഡിയോ അവസാനിപ്പിച്ച് പോകാൻ പറ്റും.
എന്ത് കഥ അവള് നമസ്കാരം വീഡിയോയിലേക്ക് സ്വാഗതം രേണു ഒന്നും ചെയ്യുന്നില്ല എന്നാൽ ശരി കേട്ടോ ബൈ ഇതല്ല വീഡിയോ. അപ്പം ഞാൻ പറഞ്ഞ എന്താ അറിയോ, അതിന് പകരമായിട്ട് അവിടെ ഒരാളെ നിർത്തുക. നമ്മൾ ഈ ചില വലിയ ഹൈഫൈ പാർട്ടികളിലൊക്കെ കാണുമല്ലോ, പിന്നെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഒരാൾ അവിടെ അങ്ങ് നിൽക്കുക, സ്റ്റോർ റൂമിൽ പോയി എടുത്തുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ ഓടി പോയിട്ട് ഇത് കൊണ്ടുവന്ന് അവിടെ എടുത്ത് വെക്കുക, അത് കഴിഞ്ഞ് പിന്നെ അവിടെ പോയി ഇരിക്കുക. പിന്നെ ഇതേ ഉള്ളൂ. പാവം എന്ത് പാവം തോന്നുന്നു, പാവം തോന്നുന്നു. അതുകൊണ്ടല്ല ആ രേണു തന്നെ പറയുന്നുണ്ട് എനിക്ക് പോണെന്ന്. പോയിക്കോട്ടെ. രേണു അവിടെ എനിക്ക് നിക്കണം എന്ന് പറയണില്ല, ഇപ്പൊ പോണെന്നാ പറയണേ. ഞാൻ അറിയാണ്ട് എനിക്ക് രേണുവിന്റെ PR കിട്ടിയില്ല. ഇല്ല, PR ഇട്ടേ ഞാൻ പോണം പറയോ, രേണു അവിടെ നിക്കണ്ടാന്ന്. അല്ല എന്ത് ഗുരുവായൂരപ്പ, ഒരു PR ഇല്ല കേട്ടോ ഇവിടെ. എല്ലാരും നമ്മൾ എന്റെ പുറത്തേക്ക് പറയും ഞാനാണ് എനിക്കറിയില്ല. ഞാൻ രാവിലെ കഴിച്ച ഓഫീസിൽ പോയി, ഈ ഓഫീസിൽ പോകണ ഇടയ്ക്ക് വന്നിട്ട് ബക്കാരെ PR കൊടുത്തോളാറില്ലേ. കാരണം വെച്ചാൽ ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ല, പാവട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് പൊയ്ക്കോട്ടെ അവിടുന്ന്. അതിന് വേറുള്ളവരെയും കയറ്റി വിടും. അവിടെ വായും പൊടിച്ചിരിക്കും. ഞാനോട് ചോദിച്ച ചോദ്യം എന്താ അറിയോ, എന്താ ചോദിച്ചു, ശരീരം ഇറങ്ങിക്കോളാൻ. സത്യമായോണോ ശരീരം ഇറങ്ങിക്കോളാൻ. ഞാൻ ഇത് വെച്ചിട്ടുണ്ട് രേണു ഒരു ഹെൽപ്പർന്ന്. സത്യം പറഞ്ഞ ഹെൽപ്പറായിട്ട് നിൽക്കുക നല്ലത്. ഇന്നിപ്പോ അക്ബറിന്റെ ക്യാപ്റ്റൻസിനെ പറ്റി ചോദിച്ചപ്പോ അക്ബറല്ല ആര്യന്റെ ക്യാപ്റ്റൻസിനെ പറ്റി ചോദിച്ചപ്പോ എല്ലാരും നേരെ തിരിച്ചു പറഞ്ഞപ്പോ രേണു നല്ല ക്യാപ്റ്റൻ ആയിരുന്നല്ലോ. EM ഏത് ഹൗസിലെ കിടക്കുന്നത്, എന്തിനാ അവിടേക്ക് പോയിക്കുന്നത്? രേണു ഏതോ ലോകത്തിരിക്കുന്നിടത്തുനിന്നേ പെട്ടെന്ന് എണീറ്റിട്ടേ നിർത്തണോ, രേണു ഏതോ ഒരു പിന്നെ ലോകത്തിരിക്കാൻ പെട്ടെന്ന് നീച്ചിട്ട് എന്തോ ചെയ്യല്ലേ, ക്ലാസ്സിലൊക്കെ നീക്കുന്ന സമയത്ത് 1+2 എന്നൊക്കെ പറയില്ലേ, അതേമാതിരി എന്തോ നീച്ച് പറഞ്ഞ മാതിരി വല്ലാത്തൊരു. അല്ല അടുത്ത ആഴ്ചക്കുള്ള മുമ്പത്തേക്ക് നോമിനേഷനിൽ വന്നില്ലെങ്കിൽ ഇതേപോലെ നല്ല നല്ല കണ്ടസ്റ്റൻസ് പോകും. അല്ല എന്തെങ്കിലും കാട്ടിയിട്ട് ബിഗ് ബോസ് പഠിച്ച പണി 18 നോക്കുന്നുണ്ടാവും ചിലപ്പോൾ. അതിനെ പുറത്താക്കല് ചിലപ്പോൾ പഠിച്ച പണി 18 നോക്കുന്നുണ്ടാവും. അവിടെ പറഞ്ഞു കിടക്കണു അതാക്കി പോണെന്ന്. അതാ ശാരിക പോവാൻ നേരത്തെ പറഞ്ഞ അടുത്ത ആഴ്ച വരാൻ പറ്റുണ്ടാവും അങ്ങനെ എന്തോ പറഞ്ഞു. ഭയങ്കര കരച്ചിലായിട്ടുണ്ടോ ശാരിക പോയ സമയത്ത്? രേണൊക്കെ പോവന്നെ അല്ലേ, എന്താ ഇത് കഥ? ഇനിയിപ്പോ അതല്ല പേടി, അക്ബർ പാട്ട് പാടിയില്ലേ പേൻ 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 എന്നിട്ട് ആ പാട്ട് പാടിയതിന്റെ പേരിൽ ഇനി അടുത്ത ആഴ്ച പറഞ്ഞു നടക്കുമോ എനിക്കറിയില്ല കേട്ടോ. അതിന്റെ സ്വഭാവം വെച്ച് ചിലപ്പോൾ നടന്നുകൂടായില്ല. പോട്ടെ, അത് അങ്ങനെ ഒന്ന്. പിന്നെ ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് അക്ബറിന് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആസ് എ കലാകാരൻ ഇഷ്ടപ്പെട്ടു. ആസ് എ കലാകാരൻ വളരെ നല്ല പാട്ട്, എൻജോയ് ചെയ്തു, പാടാനും കഴിവുണ്ട്. പിന്നെ അവൻ എഴുതിയ സംഭവം കൂടി വെച്ച് നോക്കുന്ന സമയത്ത് ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. സീരിയസ് ആയിട്ട് എല്ലാവരെ പറ്റി പാടി. ആ പേന്റെ രേണുവിന്റെ പേൻ പാട്ട് എല്ലാ സംഭവം ഈ പാട്ട് പാടിയ സമയത്ത് പേന്റെ പാട്ട് പാടിയപ്പോൾ രേണു അത്ര വലിയ സംഭവമില്ല, പക്ഷെ അനുവിന്റെ മുഖം മാറി. അനുവിന്റെ മുഖം പാടി. ഞാൻ അനുവിന്റെ മുഖം പാടിയെ ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു കേട്ടോ. പോട്ടെ, അതൊന്ന്. പിന്നെ കാലിൽ തൊട്ട് തൊഴുതി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ ബോർഡ് ഗെയിം എഴുതുമോ, എന്താ സ്ഥിതി അതൊന്ന് ഞാൻ പറയട്ടെ. ബോർഡ് ഗെയിം അതെന്താ ഒന്നുമില്ല, ഒന്നുമില്ല നീച്ചു പോകാൻ പറ്റും. ഇവിടെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരുന്നിട്ട് വിശ്വസിക്കാൻ കൊള്ളാം. ഇവളോട് ഞാനൊന്നും ചോദിക്കുന്നില്ല, വിശ്വസിക്കാൻ കൊള്ളാത്തവർ. പിന്നെന്തായിരുന്നു? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനേ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ ഇവിടെ സ്ക്രീനിൽ വെച്ചിട്ടുണ്ട് ഉണ്ടാക്കി. ഇവളോട് എന്തെങ്കിലും കാര്യം ചോദിക്കൂട്ടോ, അവൾക്ക് ഞാൻ പറയാൻ സമ്മതിക്കില്ല. നോക്കിയിട്ട് പറയണം. പക്ഷെ ഞാൻ ഇവളോട് എന്തെങ്കിലും കാര്യം ചോദിക്കും, എന്തെങ്കിലും വിധോ പറയാറുമ്പോ ഒന്നുമില്ല അറിയും. എന്താ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല തൊട്ടത്? വെറുതെ എന്തോ അല്ല, എനിക്ക് ക്യാമറ ഞാൻ പുറത്താണ് ക്യാമറയുടെ ഉള്ളില്. പിന്നെ അപ്പൊ ഞാൻ ബോർഡ് നോക്കി വായിക്കാം. ഇവളോട് നീ ചോദിച്ചോളൂ ഒന്നുമില്ല അറിയും. പിന്നെ വീഡിയോ ഓഫ് ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ. എങ്ങനെയാണ്? ഞാൻ പുലിയല്ല, വെറും എലി. ഇത് ഏറ്റവും കൂടുതൽ കിട്ടിയത് ആര്യനാണ്. ഞാനൊരു കാലുമാറ്റക്കാരൻ. അതാർക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത്? അത് അക്ബറിന് കൊടുത്തു ഒരു കാലുമാറ്റക്കാരൻ എന്നുള്ളത് കേട്ടോ. ഞാനൊരു നിഴൽ മാത്രം, ശരത്ത് നിഴൽ മാത്രം. ഞാനൊരു ഗെയിമർ, അനീഷ്. അത് കറക്റ്റ് അല്ലേ ഇത്? അല്ലേ, കറക്റ്റാണോ? എന്നെ വിശ്വസിക്കരുത്, അനുമോൾക്കാണ് എല്ലാവരും കൊടുത്തിട്ടുള്ളത്. അനുമോൾ ആരും വിശ്വസിക്കണ്ട. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു ഗെയിം. ആ മുട്ടയും തലയിൽ വെച്ച് നടക്കുന്നുണ്ട് ആര്യൻ. പിന്നെ അതില് കുറച്ച് അല്ലേ അവന് പറ്റിയിട്ടില്ല. അവന് മുട്ടയും തലയിൽ വെച്ച് ദേഷ്യപ്പെടുന്ന കണ്ടിടയ്ക്ക് ചിരി വന്നു. ആര്യനോട് എന്തോ ഒരു ഇതുണ്ടോ ചോദിച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ ആര്യന്റെ PR ഏറ്റെടുത്തു. ഏതെങ്കിലും വഴി ആരെങ്കിലും മഞ്ചേരി വന്നിട്ട് ആര്യന്റെ PR കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ശിക്ഷിക്കും ഞാൻ കേട്ടോ. ഇഷ്ടമല്ല ചക്കരെ. കുന്നംകുളം രൺബീർ അവന് കുറച്ച് അഹങ്കാരം കൂടുതലാണ്. സോറി, അവിടെ ഒരു ചുമ വന്നിട്ട് ചെറിയൊരു ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഭയങ്കര അലർജി ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാക്കണത്. അത് മൂക്കില് ഇങ്ങനെ കോൾഡ് ആയിട്ടല്ല. എനിക്ക് ഞാൻ എന്നോ ഉണ്ട്, എന്നെ അറിയുന്ന ഒരു വീഡിയോ കണ്ടവർക്കും അറിയും. എപ്പോഴും അലർജിക് പ്രോബ്ലം, എപ്പോഴും മൂക്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ തുമ്മല് വരും. അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്.
ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് ഭവതി എന്റെ കൂടെ ത്യാഗമൊന്നുമല്ല, ഞാൻ യൂസ്ഡ് ആയി. അത് കുറെ കാലമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കാക്കും. അപ്പൊ ചില ആൾക്കാർ കമന്റ് പറയുന്നുണ്ട്, അതുകൊണ്ട് പറയുന്നത് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ എല്ലാവരും വിചാരിക്കും എന്താ ഏത് സമയം ഇങ്ങനെയെന്ന്. ചില ആൾക്കാർ അങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് മറുപടി ഇട്ടിട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അറിയോ, ആരിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? ഇതോ 10 പൈസക്ക് ബഹുമാനം ഇല്ലാത്ത 23 വയസ്സുള്ള മുതുക്കനാണ് അവൻ. 23ാമത്തെ വയസ്സിൽ എന്താ അവന് ബഹുമാനം തോന്നിക്കൂടെ? ഇന്നിപ്പോ ആ ലാലേട്ടന്റെ കേസിൽ എന്ത് തേങ്ങ അവൻ മറ്റേ ലാലേട്ടൻ വരെ ചോദിച്ചു, നീ എന്നെ ഊരിയാണോ മകനാണോ? ഊരി അതല്ല, ഊക്കാന്ന് അവൻ ചോദിച്ചിട്ടുണ്ടാവുക. ചോദിച്ചില്ലേ, നീ എന്നെ ഊരിയാണോ മോനെന്ന്? ചോദിക്കാതിരിക്കോ? പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, ലാലേട്ടന്റെ ദേഷ്യം പിടിക്കുന്നുണ്ട്. പക്ഷെ ഒറ്റടിക്ക് മൂപ്പരത് അല്ലേ, ആ ദേഷ്യം വന്നു നെക്സ്റ്റ് മൊമെന്റ് മാറ്റി, ബിഗ് ബോസ് പറയുന്നുണ്ട് മാറ്റി. അത് കഴിഞ്ഞ ശേഷം ഇടവളക്കിയ ശേഷം കൂടി പറഞ്ഞു ലാലേട്ടൻ ഇവരൊക്കെ സഹിക്കണ്. പറയാൻ കാരണം എന്താണെന്നറിയോ, ലാലേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ കണ്ടു ഇന്ന്. മകള് സിനിമ, ഇപ്പൊ പുതിയൊരു ഇന്റർവ്യൂ, മകള് സിനിമയിൽ കയറുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ മകളെയൊക്കെ പറ്റി കുറെ പേര് കണ്ടിട്ടുണ്ടാവും. മകളെയൊക്കെ പറ്റി പറയുമ്പോൾ കൂടി ലാലേട്ടൻ പറയാ അവർക്ക് അവരുടെ എന്നൊക്കെ പറയാ. സ്വന്തം മക്കൾക്ക് തന്നെ റെസ്പെക്ട് കൊടുത്തിട്ടാണ് സംസാരിക്കണം. ആ സ്ഥാനത്ത് ഇവിടെ കുറെ എടി പോടി വാടി അങ്ങനത്തെ രീതിയിലൊക്കെ സംസാരിക്കുന്നത് കേൾക്കുന്നത് ലാലേട്ടൻ തന്നെയല്ലേ ഈ രീതിയിലൊക്കെ. അപ്പൊ ലാലേട്ടൻ എങ്ങനെയാ അതൊക്കെ സഹിക്കണം? പക്ഷെ ഒരു കാര്യം പറയാ, ബിഗ് ബോസിന് ഒരു മക്കൾക്കോടെ ഒരു 10 പൈസ വിലയില്ല. പ്രത്യേകിച്ച് ആര്യനൊന്നും പട്ടി വിലയാണ് ഇവർക്ക് കൊടുക്കുന്നത്. ആ ലാലേട്ടനോടൊക്കെ ചോദിക്കുന്ന സാധനത്തിൽ ഒന്ന് നീറ്റ് നിൽക്കില്ല. അവനൊന്ന് ആലോചിച്ചൊക്കെ. മകനേക്കാളും പ്രായം കുറവാണ്. ജിസേല് മാറിട്ടോ. ജിസേല് മാറി എന്ത് മാറി? ജിസേല് കുറച്ച് മാറ്റം. ബിന്നിനോട് എന്ത് പറയുന്നുണ്ട്, എന്താ ബിന്നി പറയാം അവൻ മോൻ ചെറുതല്ലേ. ബിന്നി വെറുതെ എന്തോ പറഞ്ഞതാ, ബിന്നിക്ക് അത്ര താല്പര്യമൊന്നുമില്ല. പക്ഷെ ബിന്നി വേറെ സംഭവം പറഞ്ഞു കേട്ടോ, എനിക്കതല്ല, എനിക്ക് ആദ്യം തൊട്ടന്നെ അവൻ തോന്നിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ജിസേല് പറഞ്ഞു ഇവൻ എന്താ ഇങ്ങനെ അല്ലേ, അനുവിനോട് സംസാരിക്കുന്ന വീഡിയോ കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഓരോന്നാണ് അവൻ പറയണെന്നൊക്കെ പറഞ്ഞു ജിസേല്. അപ്പോഴാ പിന്നെ പറഞ്ഞത് എനിക്ക് ഇപ്പൊ തോന്നില്ല, എനിക്കൊക്കെ ഇത് ആദ്യമേ തോന്നിയിട്ടുണ്ട്. അതെ. അപ്പൊ അതാണ് ഒരു സംഭവം. ഇനി അടുത്തുള്ള കാര്യം ഇത്, പിന്നെ ഇനി അങ്ങനെ ലാലേട്ടൻ യാത്ര പറഞ്ഞു പോയി കഴിഞ്ഞതിന് ശേഷം അടുത്താഴ്ച മൂപ്പരില്ലാതുണ്ട് അല്ലേ, മൂപ്പർ പുറത്തുനിന്ന് ഓണായിരിക്കും, ഓണത്തിന്റെ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടാവും, ഓണം സെലിബ്രേഷൻ പരിപാടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്നും ഉണ്ടാവില്ല, വില്ലായി മാറും തോന്നുന്നുണ്ട്. പോട്ടെ, എന്തായാലും അതങ്ങനെ. ഈ ആഴ്ച എന്തായാലും ഷാനവാസും അക്ബറും തമ്മിലുള്ള അടി ഒന്നുകൂടി മൂക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പിന്നെ അഫാനി ശരത്ത് പുറത്തു വന്നിരുന്നിട്ട് പറയുന്നുണ്ട് ഇവൻ ഇനി മുതൽ എന്തോ ആനക്കുട്ടി ആവാൻ ഒരു കോമഡി പീസാണ് ശരിക്കും. എനിക്ക് മറ്റേ ആ പഴയ സാധനം കൂടി ഓർമ്മ വരുന്നുണ്ട്, പഴയ അങ്കമാലി ഡയറീസ് ഒക്കെ. ഞാൻ അതേ കണ്ടിട്ടുള്ളൂ കാര്യമായിട്ട് കേട്ടോ. പിന്നെ മറ്റേ ജിമിക്കി കമ്പനി ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എന്തായാലും പോട്ടെ. അപ്പോൾ കാര്യമായിട്ടിരുന്ന് പറയുന്നുണ്ട്. ഒരു കാര്യം ശരിയാണ്, ഗ്രൂപ്പ് പൊളിക്കാൻ വന്നിട്ട് അപ്പുറത്ത് വേറെ ഗ്രൂപ്പ് ഉണ്ടായിട്ട് 2 സ്ട്രോങ് ഗ്രൂപ്പുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കേസ് എന്തൊക്കെ പറയുന്നുണ്ട്, കർമ്മ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഏതൊക്കെയോ ആരൊക്കെയോ പണ്ട് പറഞ്ഞ തത്വങ്ങൾ ഞാൻ ഇതിലൂടെ വന്ന് പറയുന്നില്ല, ഇടയ്ക്ക് പറ്റതൊക്കെ അതേമാതിരി ഓൻ അവിടെയും പോയിരുന്ന് പറയുന്നുണ്ട്. പിന്നെ ആദ്യം നൂറേയും കൂടി സംസാരിച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതായത് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം ഞങ്ങൾ പറയാം, നിങ്ങൾക്കതാണോ മനസ്സിലായത്? അത് ഭയങ്കര ഒരു എനിക്ക് തോന്നുന്ന ഒരു ടച്ചിങ്, എനിക്ക് ഭയങ്കര വിഷമായി പോയി. എനിക്ക് വിഷമായിട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഈ സൈക്കോളജിക്കൽ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് എന്താണ് അവർ സൈക്കോളജി എന്നുള്ളത് മനസ്സിലാവണില്ല. അപ്പോൾ പിന്നെ സത്യം പറഞ്ഞാൽ വിഷമം തോന്നിപ്പോയി. ഒരു കാര്യം മനസ്സിലായി, നല്ലൊരു ബോണ്ട് അവർ തമ്മിലുണ്ട് എന്നുള്ളത് അല്ലേ. ബർത്ത്ഡേ ആണ് തോന്നുന്നു, ബർത്ത്ഡേ ആണ്. പിന്നെ ഒരു നല്ലൊരു ബോണ്ട് ഉണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം, ഇത് എന്താ എൻ്റെ അഭിപ്രായം, നല്ല ക്യാരക്ടറാണ് തോന്നുന്നുണ്ട് അല്ലേ. നമുക്ക് കണ്ടോടത്തോളം ഫേക്ക് ആയിട്ട് കളിക്കാല്ലെങ്കിൽ എനിക്കും അതെ എന്തോ ഒരു പ്രത്യേക ഇഷ്ടം അവരോടുണ്ട്. നല്ല ക്യാരക്ടറാണ് തോന്നുന്നത്, നല്ലൊരു സ്വഭാവം ഉണ്ട്. അവർക്ക് ആരെയും ദ്രോഹിക്കണം എന്നില്ല, കുറച്ച് ആൾക്കാരോട് സഹാനുഭൂതിയൊക്കെ തോന്നുന്ന ഒരു ടൈപ്പ് ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട്. അവര് കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ അവർ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇന്ന് അവിടെ നടന്നിട്ടുള്ള സംസാരം എന്താ വെച്ചാൽ, ഈ ഇവരുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയതുകൊണ്ടും ഇവരുടെ ഈ ഓറിയന്റേഷൻ, സെക്ഷൽ ഓറിയന്റേഷൻ എല്ലാം കൂടി റിലേറ്റഡ് ആയിട്ട് അക്ബറിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. അക്ബറിന് ഇവരോട് സംസാരിക്കുന്നതിലോ ഇവരുടെ കൂടെ അവിടെ വീട്ടിൽ താമസിക്കുന്നതിലോ അക്ബറിനോ അക്ബറിന്റെ ഫാമിലിക്കോ ആർക്കൊക്കെ ഇഷ്യൂ പ്രോബ്ലം ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ച് എന്നാണ് തോന്നുന്നത്. പിന്നെ ഒരു കൂട്ടത്തിൽ പറയുന്നുണ്ട്, അന്ന് ഷാനവാസക്കയും കൂടി ഇതേപോലെ സംസാരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളിതൊരു കുടുംബം പോലെയല്ലേ ജീവിക്കുന്നത്, ഒരു വീട് പോലെയല്ലേ. അപ്പോൾ അങ്ങനെ അവർക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ട് അല്ലേ. അത് ഓട്ടോമാറ്റിക്കായിട്ട് അവരെ മനസ്സിൽ നിന്ന് ഇതിന് പറയണ്ടേ, സ്വന്തം വാപ്പയ്ക്കും ഉമ്മയ്ക്കും നമ്മളെ വേണ്ട. അതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര. അവരെയും കുറ്റം പറയാൻ പറ്റില്ല, പക്ഷെ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇനി ഇത്രയൊക്കെ ആയ സ്ഥിതിക്കുന്നത് അല്ലേ, അവർ എന്തുകൊണ്ടാണ് അവരെ അക്സെപ്റ്റ് ചെയ്തത്? നമ്മൾ അതിനെക്കുറിച്ച് ഒരു സെൻസിറ്റീവ് ടോപ്പിക് അങ്ങനത്തെ ടോപ്പിക് ആയതുകൊണ്ട് ഒന്നാമത് അറിയില്ല, അവർ സൈക്കോളജി അറിയാത്തതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയാത്തത്. പക്ഷെ സത്യം കറക്റ്റാണ്, ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ എന്തായാലും അവർ സംസാരിച്ച സമയത്ത് സങ്കടം തോന്നിപ്പോയി. വിന്നറാവും എന്നൊന്നും പറയുന്നില്ല, ഒരു ഫൈനൽ 5 എത്തുന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ നല്ല 2 കുട്ടികളായിട്ട് നമുക്ക് ഫീൽ ചെയ്തു അല്ലേ വിധം. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ് അല്ലേ. ബാക്കി ഇനി ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
പിന്നെ ലൈവ് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം വീഡിയോ ചെയ്യാം അല്ലേ ഇത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വേറൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒരുപാട് പേര് ഇപ്പോഴും 80% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് മനസ്സിലാവും. പിന്നെ ഒരുപാട് പേര് കമന്റ് ചെയ്യാറുണ്ട്, അവർക്കൊക്കെ ഒരുപാട് താങ്ക് യു. Yes. എല്ലാവരോടും കുറേ ഇഷ്ടം. സ്ലോലി ഞാൻ എല്ലാ മെസ്സേജസിനും മറുപടി തന്നിട്ടുണ്ട് ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബാക്കി ലൈവും കാര്യങ്ങളും പിന്നെ നെക്സ്റ്റ് 2 പേരും കൂടി ഇനി നെക്സ്റ്റ് മൺഡേ എപ്പിസോഡിൽ കേട്ടോ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.